എന്റെ പിതാവും അദ്ദേഹം തമ്മിലുള്ള അടുത്ത ബന്ധം, ആ പ്രിയപ്പെട്ട ആന്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു എന്റെ മാതാവും എന്റെ പിതാവും ഇവര് തമ്മിൽ. പക്ഷേ നമുക്കൊരു ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല, പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും. ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24. എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ CD തപ്പി യാത്ര നടത്തിയത്? കോയമ്പത്തൂർ വരെ, കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ CD യാത്ര നടത്തിയ ആളുകൾ. അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന് തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല, യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടില്ല, അത് ഓർത്തിരിക്കുക തന്നെ ചെയ്യും. കാരണം ഇനിയൊരു വ്യക്തിക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ തരത്തിലുള്ള വേട്ടയാടൽ, ഇന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് ഒരു വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ, ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാഴ്ച ഈ സോളാർ സമയത്തുണ്ടായി. തന്റെ പിതാവിന്റെ നേരെ വന്ന ക്രൂരമായ അമ്പുകൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ ആ കുട്ടി ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് നടന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് വേട്ടയാടുകളാണോ വേണ്ടത്? വേട്ടയാടലാണോ വേണ്ടത്? സത്യമറിയാണോ വേണ്ടത്? ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ നേരെ വന്ന ആയുധങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ആത്മഹത്യ ചെയ്ത കാഴ്ച സോളാർ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഇതാണ് വേട്ടയാടൽ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഗണേശൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. രാഹുൽ ചെയ്തതിനോടൊന്നും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ന് ട്രംപിന്റെ അസുഖം കൂടിയിരിക്കുക. മഡൂരോ ആരാന്നറിയാമല്ലോ? വെനസ്വേല പ്രസിഡന്റ് മഡൂരോ രാത്രി 12 മണിക്ക് പൊക്കിയെടുത്തു. എന്നിട്ട് ന്യൂയോർക്കിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു. അതുപോലെ രാത്രി 12 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് നടക്കുക. ഇതൊരു ഏകാധിപത്യത്തിന്റെ ശൈലിയാ. ഞാൻ പറയുന്നത് വേട്ടയാടുകൾ പാടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴി പോയി നിയമം ശിക്ഷിക്കട്ടെ, അല്ലാതെ വേട്ടയാട്ടുകൾ നടത്താൻ പാടില്ല. അതാണ് കേരള സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആരെയും വേട്ടയാടാൻ പാടില്ല. അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല. നമുക്കൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്, പരസ്പര ബഹുമാനത്തിന്റെ, പരസ്പര മാന്യതയുടെ, പരസ്പര സഹകരണത്തിന്റെ. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം പിന്തുടരുന്നത് ഒരു വേട്ടയാടലിന്റെ സമീപനമാണ്. ഇന്ന് വീണ്ടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ വേണ്ടി CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു, ഇല്ലേ? CBIയുടെ അന്വേഷണം, ഇല്ലാത്ത കേസുണ്ടാക്കി ആ കേസിൽ ഒരു CBIയുടെ അന്വേഷണം. 1 രൂപ പോലും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് കണ്ട് വിജിലൻസ് തീർക്കാൻ പോകുന്ന കേസിലും CBIയുടെ ശുപാർശ കൊടുത്ത് ഈ കേസിനെ അങ്ങോട്ട് തിരിക്കുവാണ് ശ്രമം.